നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളായ CPM പ്രവർത്തകരുമായി പോലീസിന്റെ തെളിവെടുപ്പ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുൻപിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡാൻ കുര്യൻ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, തെളിവെടുപ്പ് നടക്കുന്നു. നേരത്തെയും തെളിവെടുപ്പ് നടന്നിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വീടിന് മുന്നിലുള്ള തെളിവെടുപ്പാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഏതൊക്കെ പ്രതികളുണ്ട്? മൂന്നാം തവണയാണ് ഈ തെളിവെടുപ്പ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിക്ക് മുമ്പിൽ നടക്കുന്നത്. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു ഇതിന് മുമ്പ് 2 തവണയും ഈ തെളിവെടുപ്പ് പുരോഗമിച്ചത്. സമാനമായ തരത്തിൽ തന്നെ വലിയ പോലീസ് സംഘത്തിന്റെ അകമ്പടിയോടെയാണ് പോലീസിന്റെ വാഹനത്തിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളുമായി അവിടെ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തെളിവെടുപ്പിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിച്ച് ഇപ്പോൾ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വാഹനം തിരികെ മടങ്ങുകയാണ്. തെളിവെടുപ്പ് നടപടികൾ മിനിറ്റുകൾക്കുള്ളിൽ പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങുകയാണ്. വലിയ പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മറ്റ് പ്രകോപനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ CPMന്റെ പ്രവർത്തകർ, കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികളായിട്ടുള്ള പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രവർത്തകരാണ് അവിടെ ഉള്ളത്. മ്യൂസിയം CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെളിവെടുപ്പിനായി ഈ CPM പ്രവർത്തകരുമായി, ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളായ CPM പ്രവർത്തകരുമായി മുൻ മുഖ്യമന്ത്രി, നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിക്ക് മുമ്പിലേക്ക് എത്തിയത്. ആഴ്ചകൾക്ക് മുമ്പ് ഈ റോഡിൽ വെച്ചാണ് ED ഉദ്യോഗസ്ഥർ പരിശോധന കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ വാഹനത്തിന് നേരെ പ്രകോപനപരമായ പ്രതികരണമുണ്ടാകുകയും വാഹനം അടിച്ചു തകർക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഈ വസതിയിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പിണറായി വിജയന്റെ കുടുംബാംഗങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ സ്റ്റാഫിലെ മറ്റ് ഉദ്യോഗസ്ഥരൊക്കെയുണ്ട്. പിണറായി വിജയൻ ഇവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം അദ്ദേഹത്തിന്റെ വാഹനമോ മറ്റ് പോലീസ് സംവിധാനങ്ങളൊന്നും നിലവിൽ ഈ വീട്ടിലില്ല. പക്ഷേ അദ്ദേഹത്തോടൊപ്പമുള്ള സ്റ്റാഫിലെ ജീവനക്കാരൊക്കെ ഈ വീടിന്റെ മുൻവശത്ത് തന്നെ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതോടെ പരിശോധന പൂർത്തിയാക്കിയ സംഘം മടങ്ങിയിരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലടക്കം നടക്കേണ്ടതുണ്ട്. 300 പേരെ പ്രതികളാക്കിയെടുത്ത കേസിൽ 25 പേരുടെ അറസ്റ്റ് മാത്രമായിരുന്നു നേരത്തെ രേഖപ്പെടുത്തിയത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുമോ, അതോ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ 25 പേരിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അന്വേഷണം അവസാനിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അത് സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളൊക്കെ ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായ തരത്തിലുള്ള തെറ്റാണ് ഈ 300 പേർ, കണ്ടാലറിയാവുന്ന 300 ഇടത് പ്രവർത്തകർ ചേർന്ന് ED ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയത്. ഗുരുതരമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. നേരത്തെ കോടതിയുടെ ഭാഗത്തുനിന്ന് അവർക്കെതിരെ വന്ന ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ. അങ്ങനെ ഒരു കേസിലാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്ന കേസിലെ പ്രതികളായ CPM പ്രവർത്തകരുമായി പോലീസ് ഇപ്പോൾ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാം തവണയാണ് തെളിവെടുപ്പ് നടക്കുന്നത്. കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങൾക്കിടെയാണ് തെളിവെടുപ്പ് നടന്നത്. വളരെ പെട്ടെന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വീടിന്, വാടക വീടിന് മുൻവശത്താണ് ഈ സംഭവം നടന്നത്. അവിടെയാണ് തെളിവെടുപ്പ് നടന്നത് പ്രതികളുമായി. ഡാൻ, ഇതിന്റെ കേസന്വേഷണം വളരെ ഊർജിതമായി മുന്നോട്ട് പോകുന്നു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? തുടർ തെളിവെടുപ്പുകൾ നടക്കുന്നു. വളരെ കാര്യക്ഷമമായ അന്വേഷണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നതിന്റെ സൂചനകളല്ലേ ഇത്? ഇത് സ്വാഭാവിക നടപടിക്രമങ്ങളാണ്. ഇത് നോക്കി നമുക്ക് ഒരിക്കലും കാര്യക്ഷമതയൊന്നും വിലയിരുത്താൻ കഴിയില്ല. കാരണം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം സംഭവം ഉണ്ടായ സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടത്തുകയെന്ന എല്ലാ കേസുകളിലും അവലംബിക്കുന്ന അതേ ശൈലി തന്നെ ഇവിടെയും സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 300 പേരെ പ്രതികളാക്കിക്കൊണ്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ 25 പേർക്ക് അപ്പുറത്തേക്ക് അറസ്റ്റ് നീണ്ടിട്ടില്ല. അങ്ങനെ അറസ്റ്റ് നീളുന്ന സാഹചര്യം ഉണ്ടായാൽ അതിൽ മുതിർന്ന CPM നേതാക്കൾ ഉൾപ്പെടെ പ്രതികളാകുന്ന സാഹചര്യം വരും. അവർക്കെതിരെ കൂടി സമാനമായ തരത്തിൽ നിയമ നടപടികളുമായി മുമ്പോട്ട് പോയാൽ അതൊരു വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചെറുത്തുനിൽപ്പിന് CPM നിർബന്ധിതമാകും. അങ്ങനെ വന്നാൽ അത് രാഷ്ട്രീയമായ പരസ്പരമുള്ള ഏറ്റുമുട്ടലേക്ക് മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ 25 പേർ ആദ്യം അറസ്റ്റ് ചെയ്തിരിക്കുന്ന 25 CPM പ്രവർത്തകരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം അവസാനിക്കുമോ, അതോ അതിനപ്പുറത്തേക്ക് CPMന്റെ അന്ന് സ്ഥലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി
പ്രതികളാക്കുകയോ അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുകയോ ചെയ്യുന്ന രീതിയിൽ പോലീസിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരാനുള്ളത്. അത് വൈകാതെ തന്നെ വരും. കാരണം ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുകൾ നേരത്തെ മറ്റിടങ്ങളിലൊക്കെ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിട്ടുള്ള ഇടപെടൽ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇടപെടൽ അടക്കം ആ വിഷയങ്ങളിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദീകരണം തേടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊരു സംഭവത്തിൽ തുടർ നീക്കങ്ങൾ അത് ഏത് തരത്തിലേക്കായിരിക്കും ഉണ്ടാകുക? നിലവിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ എഫ്ഐആറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇതിനോടകം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന 25 പേരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം അവസാനിക്കുമോ അതോ അതിനപ്പുറത്തേക്ക് തുടർ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ? കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇപ്പോൾ കേസിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. അവരിലേക്ക് ഈ മുതിർന്ന നേതാക്കളിലേക്ക് അന്വേഷണം എത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് CPM-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറും. അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമോ എന്നതിനാണ് ഇനിയൊരു വ്യക്തത വരാനിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.